ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു കപ്പ് മൈദ, അതേപോലെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് പിഞ്ച് ഓഫ് സാൾട്ട് അത്രയും എടുത്തതിന് ശേഷം നല്ലോണം എന്ത് ചെയ്യുക, അരിച്ചെടുക്കുക. പിന്നെ ഒരു ബൗൾ എടുക്കുക, അതിൽ വാട്ടർ കണ്ടൻറ്റ് പാടില്ല. അതിലോട്ട് 3 എഗ്ഗ് ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതേപോലെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ബീറ്റ് ആയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസില്ലേ, അതൊന്നും കൂടി അരിപ്പയിലിട്ട് അരിച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. കേക്ക് നല്ലോണം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളൊന്നും കൂടി അരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബാറ്റർ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫ്ലോറൊക്കെ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. പിന്നെ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കണം. ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ അതേപോലെ ഹോട്ട് മിൽക്കിൽ ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഇച്ചിരി സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇളക്കി മറിക്കേണ്ട. ഇതേ പരുവാകുമ്പോഴത്തേക്കും നമ്മളൊരു കുക്കറിൽ സൺഫ്ലവർ ഓയിൽ തടകി അതിലോട്ട് ബട്ടർ പേപ്പർ ആഡ് ചെയ്തിട്ട് ഈ മിക്സ്ഡ് അതിലോട്ട് എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടാട്ടോ. നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്തപ്പോൾ 3/4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടിയിൽ ഐസ് വാട്ടർ വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ല നനവില്ലാത്ത ബൗൾ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ചോക്ലേറ്റ് ഗണാഷും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വിപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഒരു 30 മിനിറ്റ്സ് ആണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായത്. ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട്, എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റും നട്ട്സും എന്ത് ചെയ്യുക, അതിൻ്റെ പുറത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് ഷുഗറിൽ 1/2 കപ്പ് വാട്ടർ ഒഴിച്ചിട്ട് കുറച്ച് പിഞ്ച് ഓഫ് സാൾട്ട് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണം ഷുഗർ സിറപ്പ് ആക്കാനായിട്ട്. നല്ലോണം ഷുഗർ സിറപ്പ് എടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് വലുതായിട്ട് ഡെക്കറേഷനൊന്നും അറിയത്തില്ലായിരുന്നത്, ഇതേപോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ അതേപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഉണ്ടായിരുന്നു കയ്യിൽ, അതും കൂടി പുറത്തിട്ട് കൊടുത്തപ്പോഴത്തേക്കും കേക്ക് ഇതാ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.